നമസ്കാരം, ഞാൻ ഡോക്ടർ മനു പ്രതീഷ്, മെഡിക്കൽ ഡയറക്ടർ സാക്കിയ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ, മലയാറ്റൂർ, കൊച്ചിൻ. സാക്കിയനെ കുറിച്ച് പറയുമ്പോൾ സാക്കിയ എന്നുള്ളൊരു കൺസെപ്റ്റ് വൺ ഹൂ ക്യാൻ എന്നുള്ളതാണ്. അതായത് നമുക്ക് നമ്മളുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് അത് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് ഉണ്ട് എന്നുള്ളതാണ് സാക്കിയ എന്നൊരു സാൻസ്ക്രിറ്റ് വേർഡിൻ്റെ മീനിങ്. അന്നേരം സാക്കിയ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിക്ക് ചികിത്സയുടെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കൺസെപ്റ്റ്, നാച്ചുറോപ്പതിയുടെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബോഡിക്ക് അതിൻ്റെ റിപ്പയർ നടത്താനായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഹീലിംഗ് നടത്താനായിട്ടുള്ളൊരു കഴിവുണ്ട്. ആ കഴിവിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു പ്രകൃതി ചികിത്സകൻ അല്ലെങ്കിൽ ഒരു നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ ചെയ്യുന്നത്. അന്നേരം സാക്കിയുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം നാച്ചുറോപ്പതിയും അതേപോലെ തന്നെ ഫങ്ഷണൽ മെഡിസിനും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഒരു രോഗി സാക്കിയിൽ വരുമ്പോൾ അവരുടെ രോഗലക്ഷണങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ രോഗകാരണങ്ങൾക്കുള്ള പലതരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകളും ബാക്കിയുള്ള ഡയഗ്നോസ്റ്റിക്സും ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു രോഗം വന്നത് എന്ന് കണ്ടുപിടിച്ച് അതിന് ടാർഗറ്റഡ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഇവിടെ കൊടുക്കാറുള്ളത്. അന്നേരം പ്രധാനമായിട്ടും ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പ്രധാനമായിട്ടും നമ്മൾ ട്രഡീഷണൽ നാച്ചുറോപ്പതിക് ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് ഉപവാസം അല്ലെങ്കിൽ ഡയറ്റ് തെറാപ്പി, യോഗ, അക്യുപഞ്ചർ, മസാജുകൾ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്ത് ബോഡിയുടെ ഹീലിംഗ് എബിലിറ്റിനെ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ ഏത് ബയോകെമിക്കൽ പാത്വേ ആണ് ബ്ലോക്ക് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ബോഡിക്ക് ഏത് ബയോകെമിക്കൽ പാത്വേക്കാണ് ബോഡി സപ്പോർട്ട് കൊടുക്കേണ്ടത്, അതിനെ നോക്കി അതിനനുസരിച്ചുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള സപ്ലിമെൻറ്റേഷനും ടാർഗറ്റഡ് ആയിട്ടുള്ള ഹെർബൽ മെഡിസിൻസും അതുപോലെ തന്നെ ടാർഗറ്റഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസുമാണ് അഡ്വൈസ് ചെയ്യുന്നത്. അന്നേരം ടിപ്പിക്കലി നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ, സാക്കിയിലെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അതൊരു 10 ദിവസം തൊട്ട് 21 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസത്തെയോ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ക്രോണിക് ആയിട്ടുള്ളൊരു കണ്ടീഷനാണെങ്കിൽ ചിലപ്പം കൂടുതൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നേക്കാം. ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ മേ ബി ഒരു 7 days ട്രീറ്റ്മെൻറ്റ് മാത്രം മതിയാവും. അന്നേരം അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മളുടെ ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് പേഷ്യൻസിനെ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് കൂടുതൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും വീക്കിലിയോ അല്ലെങ്കിൽ മാസത്തിൽ 1-2 പ്രാവശ്യമുള്ള ഓൺലൈൻ കൺസൾട്ടേഷൻ വഴിയോ പേഷ്യൻറ്റിനെ പൂർണ്ണമായിട്ടും ഒരു രോഗവിമുക്തിയിലേക്ക് നയിക്കുകയാണ്, കൂടെ നിന്ന് നയിക്കുകയാണ് ചെയ്യുന്നത്. നേരം സാക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയോളജി അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് എംപവർമെൻ്റ് ആണ്. അതായത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണ്, നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് നടക്കാനായിട്ടുള്ള വഴി കാണിച്ചു തരികയും ചെയ്യുന്നു. അതാണ് സാക്കിയ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയ്ക്കുള്ള ചികിത്സയും അതുപോലെ തന്നെ ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷൻസ് അങ്ങനെയുള്ള കണ്ടീഷൻസിനുള്ള ട്രീറ്റ്മെൻറ്റും പിന്നെ ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനുള്ള ട്രീറ്റ്മെൻറ്റും ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. താങ്ക് യു.